പാഠം 1 ഒരു വിലാപം. നയാ പൈസയില്ല, കയ്യിലൊരു നയാ പൈസയില്ല. കഴിഞ്ഞ ദിവസം കൊല്ലും തിന്നും കത്തിക്കും എന്നൊക്കെ ഭീഷണി മുഴക്കി നിന്ന അൻപറിക്ക വീണ്ടും അടുത്ത വിലാപവുമായി എത്തിയിരിക്കുന്നു. അൻപറിക്ക ദയനീയമായി വിലപിക്കുമ്പോൾ ചിരി വരുന്നത് ഞങ്ങൾക്ക് മാത്രമാണോ എന്നറിയില്ല. പടച്ച റബ്ബേ, ഇതുപോലൊരു ഗതികേട് ദുനിയാവിൽ ആർക്കും വരുത്തരുതേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഒരു കേസ് നടത്തി ജഡ്ജി വിധി പറയാൻ നിൽക്കുമ്പോൾ പ്രതിയോട് പറഞ്ഞു, യഥാർത്ഥത്തിൽ നീ കുറ്റവാളിയല്ല എന്ന് എനിക്കറിയാം, നിന്നെ വെറുതെ വിടണമെന്ന ആഗ്രഹം എനിക്കുണ്ട്, പക്ഷെ നിന്റെ വക്കീൽ സമ്മതിക്കുന്നില്ല, നീ ഫീസ് കൊടുക്കുന്ന നിന്റെ വക്കീൽ അതിന് സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. നാട്ടുകാരുടെ ഭാഗ്യദോഷം, അല്ലാതെ എന്ത് പറയാനാ? അല്ലേ സാർ? ഒരു സ്റ്റൂളും 2 ലൈറ്റും 350 റുപ്യൻ്റെ കേടുവരുത്തി എന്ന് പറഞ്ഞ് എന്നെ ജയിലിലടച്ചു. നിങ്ങൾ കണ്ടതാ, രാത്രി 12 മണിക്ക് ഇവിടുന്ന് എന്നെ പിടിച്ചുകൊണ്ട് വന്ന്. ഒരാൾ മിണ്ടിയോ? ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ, ഓടാൻ പറ്റുമോ? 5 മാസമല്ലേ എന്നെ ഈ വാലിൽ കെട്ടി നടക്കുന്നത്. ഞാൻ എന്നെ UDF കൂട്ടണമെന്ന് പറഞ്ഞു പോയതല്ല. നിന്നെ സമ്മതിക്കണം, നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരും? കഴിഞ്ഞ 2-ാം തീയതി എടുത്ത തീരുമാനം എന്നെ കൂടെ കൂട്ടി സഹകരണ മുന്നണിയാക്കാൻ സമ്മതിച്ചതാ. ഒരു ഡിമാൻഡും എനിക്കുണ്ടായിരുന്നില്ല. ഒരു അലയൻസ്, ഒരു ധാരണം, സഹകരിച്ച് പോകാം, അത് പ്രഖ്യാപിക്കാൻ ഇത്രയും ദിവസങ്ങൾ നീണ്ടുപോയല്ലേ. 15-ാം തീയതി എറണാകുളത്ത് വെച്ച് അദ്ദേഹത്തെ കാണുമ്പോൾ 2 ദിവസത്തിനുള്ളിൽ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വിചാരിച്ചെന്താ അറിയോ, തെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല, തെരഞ്ഞെടുപ്പ് പോകും എന്ന് നമുക്ക് തോന്നിയല്ലോ. അപ്പോൾ ഈ വാലുമ കെട്ടിയിട്ട് ഇങ്ങനെ നടക്കാം, മനസ്സിലായില്ലേ? ഫോൺ വിളിച്ച ഫോൺ എടുക്കൂല. അദ്ദേഹത്തിന്റെ ഗൺമാന്മാരെ വിളിച്ച അദ്ദേഹം എടുത്തിട്ട് പറയും, സാർ തിരിച്ചു വിളിക്കൂട്ടോ. അദ്ദേഹത്തെയാണ് UDF ഉത്തരവാദിത്തപ്പെടുത്തിയത്. അത് കഴിഞ്ഞു. അപ്പോഴൊക്കെ സ്ഥാനാർത്ഥി ആരാ? എന്നോട് പറഞ്ഞത് ഈ 14-ാം തീയതി 15-ാം തീയതി വരെ മലയോര കർഷകരുടെ, കുടിയേറ്റ കർഷകരുടെ പ്രതിനിധി ഉണ്ടാകും, അത് നിങ്ങളൊരു പേടിയും പേടിക്കണ്ട. ഞാനൊന്ന് പറഞ്ഞു, എനിക്ക് പ്രതീക്ഷ KC-യിലാണ്, എൻ്റെ പഴയ നേതാവ് കൂടിയാ. 3 മണിക്കൂർ കോഴിക്കോട് ഞാൻ കാത്തിരുന്നു, ഒന്ന് കാണാനൊന്ന് പറയാൻ. ഇതാണ് വസ്തുത എന്ന്. തിരിച്ചു പോരേണ്ടി വന്നില്ലേ? കേസിനോട് എനിക്ക് അതിൽ ഒരു വിരോധവും ഇല്ല. അദ്ദേഹം അങ്ങേയറ്റം പരിശ്രമിച്ച എന്താ എൻ്റെ ഗ്രീവിയൻസ് ആണെന്ന് പറയട്ടെ. ക്ലാസ് ടീച്ചറോട് അഭിപ്രായ വ്യത്യാസമുണ്ടായ ഹെഡ്മാസ്റ്ററോടല്ലേ നമ്മൾ പറയാ. വില്ലേജ് ഓഫീസിൽ പ്രസിഡന്റായാൽ തഹസിൽദാരോട് പറയില്ലേ? തഹസിൽദാരോട് പറഞ്ഞിട്ടും പരിഹരിച്ചില്ലേ കളക്ടറോട് പറയില്ലേ? കളക്ടറോടും പറഞ്ഞിട്ട് പരിഹരിച്ചില്ലേ ചീഫ് സെക്രട്ടറിയോട് പറയില്ലേ? ആ ഒരു ചെറിയ നീതി ഞാൻ എൻ്റെ ജാതകം ഒന്ന് നോക്കിച്ചാലോ എന്ന് ആലോചിക്കായിരുന്നു. പിന്നെ ഞാൻ ഇനി അതിലേക്കില്ല. ഞാൻ ആ ഒരു സംവിധാനത്തിലേക്ക് വിശ്വാസ വഞ്ചന, അദ്ദേഹം ഈ പൊസിഷനിലിരുന്ന് ഈ കാര്യങ്ങൾ നയിക്കുമ്പോൾ ഞാൻ അതിലേക്കില്ല. ഒരുപാട് ചർച്ചകൾ നടത്തി. ആരെ നിർത്തിയാലും സഹായിക്കാം, പിന്തുണക്കാന്ന് പറഞ്ഞു. ഷൗക്കത്തിനെ അംഗീകരിക്കാന്ന് പറഞ്ഞു. ഈ പിണറായി സത്തെ തോൽപ്പിച്ച് ജനങ്ങളുടെ വോട്ട് വാങ്ങി നിയമസഭയിലെത്തി ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കണമെങ്കിൽ എനിക്കൊരു സിറ്റിംഗ് സീറ്റ് വേണം എന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞു. നിങ്ങൾക്ക് ബേപ്പൂരിൽ മത്സരിച്ചൂടെ? ബേപ്പൂരേ ആദ്യം പറഞ്ഞു, മലമ്പുഴ മലയോര മേഖലയിൽ വലിയ വന്യമൃഗ പ്രശ്നം. ഇപ്പോൾ 2-3 ആളപ്പോൾ ഈ 3 ആഴ്ചനുള്ളിൽ ചവിട്ടിക്കുന്ന സ്ഥലമാണ്. അവിടെ നിങ്ങൾക്ക് ടോപ്പാണ്. അത് കഴിഞ്ഞ് ബേപ്പൂര് നിർത്താൻ പറഞ്ഞു. ഞാൻ നിർത്തിക്കോളൂ. അമ്മക്ക് പ്രാണവേദന, മകക്ക് വീണവായന എന്ന് പറഞ്ഞ മാതിരി ഇപ്പൊ കേരളത്തെ ജനങ്ങൾക്ക് മനസ്സിലായല്ലോ. ജനങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക,
അപ്പോൾ എവിടത്തേക്ക് അത് കൊണ്ടുപോകുന്നത്? കൊന്ന് കൊല വിളിക്കാനാണ് തീരുമാനം, മനസ്സിലായില്ലേ? എൻ്റെ കയ്യിലൊരു ചുക്കില്ല. കഴുത്ത് വരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയില് ഹാന ചവിട്ടിന്ന് പറഞ്ഞ പോലെ. പൈസ വേണ്ടേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ? ഒരു പൈസ അല്ല, ഞാൻ ആകെ കടക്കാരനാവില്ല. അപ്പൊ കൂടിയ ഷറങ്ങൾ ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വത്ത് വെളിപ്പെടുത്തി ഞാനാണ് നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ഇങ്ങനെ ടി വിയിൽ വരുമ്പോൾ ഞാൻ ഇങ്ങനെ ചിരിക്കും. അടച്ചോനെ, എന്താപ്പം നിന്റെ കഥ? മനുഷ്യനായ നാണം വേണേ. ഒരു പൈസ അല്ല, എന്നെ തകർത്ത് തരിപ്പണമാക്കിയില്ല ഇവരൊക്കെ പാടെ കൂടിയിട്ട്. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോട്ടെ. അങ്ങനെ നിങ്ങൾ ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. സമ്മതിക്കോ? ഇല്ല. പൂജ്യമാക്കി. 100 റുപ്യ വരുമാനം ഉണ്ടായിരുന്ന PV അൻവർ 100 റുപ്യ വരുമാനമില്ല, ലക്ഷങ്ങൾ വരുമാനം ഉണ്ടായിരുന്ന അൻവറിനെ പൂജ്യത്തിലാക്കി. പലതും ജപ്തിന്റെ വക്കില. ഒരു ദിവസം 3 കുപ്പായിടുന്നവരാ. ഞാൻ ഈ ഷർട്ട് ഇന്നലട്ടെ, അറിയാക്ക് ഇതിൽ അഴുക്കൊന്നും ആയിട്ടില്ല. എന്റെ ഒരു പേഴ്സണാലിറ്റിയുടെ വിജയമാണ്. കണ്ടിട്ട് ഇക്കാണുന്ന പേഴ്സണാലിറ്റി പോകുന്ന ലക്ഷണം. ഒരു ഷർട്ട് മുണ്ട് ഇറക്കി കിട്ടണമെങ്കിൽ 60 റുപ്യ വേണം. അത് കോടികൾ PV അൻവറിന്റെ കയ്യിലുണ്ടായിരുന്നൊന്നും അങ്ങനെ തന്നെയാ, പായതല്ല. അവൻ പറഞ്ഞ നേരെ. അപ്പൊ രാവിലെ ആ സ്ത്രീപ്പെട്ടി ഒന്നും ഇങ്ങനെ ആക്കിയാൽ ആ 60 റുപ്യ ഏതെങ്കിലും സാധനം കൊടുക്കാലോ. മനുഷ്യരെ കുറച്ചൊക്കെ ഇതൊക്കെ വേണം. സപ്പോസ് എന്തെങ്കിലും അപ്പൊ എനിക്ക് മത്സരിക്കാൻ ആഗ്രഹമുണ്ട്, ശേഷിയില്ല. ആഗ്രഹമുണ്ട്, ശേഷിയില്ല. ഇനി എനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഞാൻ വികലാംഗനാണ്, നിസ്സഹായന. എന്തിനാടാ പന്നിപ്പ പറഞ്ഞത്? അല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ല. ഈ 2 കൂട്ടരുടെയും കരാള ഹസ്തത്തിൽ ഇങ്ങനെ ഞെക്കിയിട്ട് അങ്ങോട്ട് പീക്കിയിട്ട് അങ്ങോട്ട് പുറത്തേക്ക് എറിയോല്. എന്നിട്ട് താമം ചെയ്തു. ഞാൻ കേട്ടോണ്ടെങ്കിൽ എന്നാലും ജീവനാണ് ഇപ്പൊ ആകെ ബാക്കിയുള്ളത്, മനസ്സിലായി? വെറും ജീവൻ മാത്രമേ ബാക്കിയുള്ളത്. ഈ ഒരു ഘട്ടത്തിൽ UDF-ലേക്ക് ഞാനില്ല, പ്രഖ്യാപിത നയാണ്. മനസ്സിലായില്ലേ? ഞാനില്ല കേട്ടോ. ഇനി എന്നെ ദയവായിട്ട് ഒരു നേതാക്കന്മാരും വിളിക്കരുത്. നിങ്ങളോടൊക്കെ അങ്ങേ അറ്റത്തെ ബഹുമാനമുണ്ട്, ആദരവുണ്ട്. പക്ഷെ എനിക്ക് ശേഷിയില്ല. ഇതൊന്നും കണ്ട് ആരും വിശ്വസിക്കരുത് കേട്ടോ. ഈ മരവോന്ത് നിറം മാറി ഇന്ന് പറഞ്ഞതുമായി യാതൊരു ബന്ധമില്ലാത്ത കാര്യം പറഞ്ഞ് നാളെ വരും. കാശ് ഞങ്ങൾ തരാമെന്ന് നാട്ടുകാർ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ മത്സരിക്കും എന്ന് നാളെ പ്രഖ്യാപിക്കും. നോമിനേഷനും കൊടുക്കും. അവസാന തീയതി വന്ന് അത് പിൻവലിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ കണ്ടോ. എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.